ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന കിടിലൻ ടിപ്സുകളാണ്. അപ്പോൾ മിസ്സാക്കാതെ വീഡിയോ കാണാം. വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഈ ടിപ്സുകളെല്ലാം പരീക്ഷിച്ച് നോക്കുക. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് എന്ന് നോക്കാം. നേരിട്ട് വീഡിയോയിലോട്ട് ഇറങ്ങാം. ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. മൊബൈലിലെ ചാർജറൊക്കെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, പല സമയത്ത് നമ്മൾക്കത് മാറിപ്പോവാറുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തെ പിന്ന് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. നന്നായി രീതിയിൽ പ്രസ് ചെയ്തിട്ടൊക്കെ കയറ്റുന്ന സമയത്ത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ചാർജർ ഫുള്ളായിട്ട് നമുക്ക് മാറ്റേണ്ടി വരും. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. ഇതുപോലെ ചെറിയൊരു പൊട്ടെടുത്തതിന് ശേഷം നമ്മൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിന്റെ സൈഡ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമ്മളിത് ഊരിയിട്ട് വീണ്ടും കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസിയാണ്. ഇതുപോലെ അങ്ങോട്ട് കയറ്റി കൊടുത്താൽ മതി. ഇതിനെ കുറിച്ച് അറിയുന്നവർ പോലും മിസ്റ്റേക്കിൽ ഇതുപോലെ ചെയ്യാറുണ്ട്. ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ്, നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. അപ്പോൾ പൊതുവെ മലയാളികളെ അരിയേക്കാളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഗോതമ്പ്. എല്ലാവരുടെ വീട്ടിലും ഗോതമ്പ് പൊടി സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അരിപ്പൊടി, ഗോതമ്പ് പൊടി, റവ തുടങ്ങിയ സാധനങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് പൂപ്പൽ പിടിക്കുന്നതും ഗോതമ്പ് പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുന്നതാണ്. അപ്പോൾ ഇനി മുതൽ ഇതിൽ പ്രാണികൾ കയറാതിരിക്കാനും ഇതിനകത്ത് ബാഡ് സ്മെല്ല് വരാതിരിക്കാനും പൂപ്പൽ വരാതിരിക്കാനുള്ള ഒരു സിമ്പിളായിട്ടൊരു ടിപ്പാണ്. അതിന് നമുക്ക് വേണ്ടത് ഒരേ ഒരു വെളുത്തുള്ളി. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ 1-2 അല്ലി വെളുത്തുള്ളി ആണെങ്കിലും നമുക്ക് ഇതിലോട്ട് ഇട്ട് വെക്കുക. ചെറിയൊരു വെളുത്തുള്ളി എടുത്തിട്ട് ഇട്ട് വെക്കുക. അതിനുശേഷം ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും മാവിൽ ബാഡ് സ്മെൽ ഉണ്ടാവില്ല, പ്രാണിയുടെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ പല രീതിയിലുള്ള ടിപ്പുകൾ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടാവും. ഇനി മുതൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നല്ല വില കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്. വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. പ്രത്യേകിച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു ഇലക്ട്രിക്കൽ ഐറ്റമാണ് മിക്സി. അപ്പോൾ മിക്സിയിൽ പൊതുവെ കംപ്ലൈൻറ്റ് കുറവാണ്. പക്ഷെ കണ്ടുവരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാറിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്ലേഡ് മൂർച്ച കുറയാന്നുള്ളതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം കൊണ്ട് ഏതിനും തേയ്മാനം സംഭവിക്കുന്നത് പോലെ തന്നെ മിക്സിയുടെ ബ്ലേഡിനും നല്ല രീതിയിൽ തേയ്മാനം സംഭവിക്കാം. നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഫുൾ ഈ സെറ്റ് ആയിട്ട് ബ്ലേഡ് മാറ്റാൻ കടക്കാർ പറയും. അപ്പോൾ 1000 രൂപയോളം ചിലവുള്ള ഒരു സംഭവമാണ്. മിക്സിയുടെ ജാറിന് മൂർച്ച കുറവുണ്ടെങ്കിൽ നിങ്ങൾ പല രീതിയിലുള്ള ടിപ്സുകൾ ചെയ്തിട്ട് യൂസ്ഫുൾ എല്ലാം തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. കുറച്ച് കല്ലുപ്പെടുക്കുക, 10-15 സെക്കൻഡ് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കത് വീണ്ടും ജാർ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുതിയ ബ്ലേഡ് ഉപയോഗിക്കുന്ന അതേ ഫീലിൽ നമുക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും അരയ്ക്കാനും പൊടിക്കാനും പറ്റും. അപ്പോൾ ഈ കല്ലുപ്പിന്റെ ടിപ്സ് എന്ന് പറഞ്ഞാൽ 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. ഇനി മുതൽ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ അടുത്ത മിക്സി ജാറിലുണ്ടാകുന്ന മെയിൻ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ മസാലകൾ അരയ്ക്കുക അല്ലെങ്കിൽ പൊടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിത് എത്രയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ കറക്റ്റായിട്ട് ആ മസാല മണം പോവില്ല. അപ്പോൾ നല്ല സ്ട്രോങ് മസാലയൊക്കെ അരച്ചെങ്കിൽ ആഴ്ചകളോളം നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലുണ്ടാവും. ആ ഒരു മണം പൂർണ്ണമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കുറച്ച് ചായപ്പൊടി എടുക്കുക. അപ്പോൾ ഇതുപോലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ വെച്ചിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. അറിയുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടാവാം. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 10-15 മിനിറ്റോളം നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗത്തും ആകുന്ന തരത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു സൊല്യൂഷൻ കളഞ്ഞതിന് ശേഷം നമുക്ക് സോപ്പ് പോലെ ഉപയോഗിക്കേണ്ട സാധാ വെള്ളത്തിൽ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര കുത്തുന്ന മസാലയുടെ മണമാണെങ്കിലും ഈ സൈഡ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ടിപ്പാണ്. ഇനി കൊതുകുതിരി ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഒരു ടിപ്പാണ്. പൊതുവെ കൊതുകുതിരി ഉപയോഗിക്കാതിരിക്കാനുള്ള മെയിനായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുക
സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രത്യേകിച്ചിട്ട് പ്രായമായവർക്ക്, കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ്. പിന്നെ അലർജിക് ആയിട്ടുള്ള ആളുകൾക്കും വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു കൊതുകുതിരി കത്തിക്കുമ്പോൾ. കൊതുക് കുറയുമെങ്കിലും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും കൊതുകുതിരി ഉപയോഗിക്കാൻ മടി എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പല ടിപ്പുകളും കൊതുകിന് ഉപയോഗിക്കാറുണ്ട്. മാക്സിമം നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. കൊതുകുതിരിയുടെ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൊതുകുതിരിയിൽ ഇതുപോലെ നമ്മുടെ സ്പ്രേ, ഇഷ്ടമുള്ള സ്പ്രേ, ബോഡി സ്പ്രേ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഷേവിംഗ് ലോഷനൊക്കെ നല്ല സ്മെല്ലുള്ള ഷേവിംഗ് ലോഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ കൊതുകുതിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ കൊതുകുതിരിയുടെ ആ ബാഡ് സ്മെല്ല് നല്ല രീതിയിൽ മാറുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. കൊതുകുതിരിയിൽ നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല. ഒരു തവണ ചെയ്ത് കൊടുത്താൽ നമുക്ക് എപ്പോൾ ഉപയോഗിക്കുന്നോ ആ സമയത്ത് നമുക്ക് അതേ ഒരു ഇഷ്ടമുള്ള ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു മെയിൻ ഒരു വിഷയമാണ്, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവും. പല സാധനങ്ങളും നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് എണ്ണ ചൂടാവുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന പുക കൊണ്ട് നമ്മുടെ ഇതുപോലെ സ്റ്റീൽ ഗ്യാസ് സ്റ്റവ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കറ പിടിക്കാനും അഴുക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ വെള്ളം വെച്ചൊക്കെ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ അതൊന്നും കറക്റ്റായിട്ട് ക്ലീൻ ആവില്ല. നല്ല രീതിയിൽ ഉരച്ച കൈയിൽ കൂടെ പോവില്ല. ഇതിൻ്റെ ഒരു പാട് എപ്പോഴും സ്റ്റൗവിൽ ഉണ്ടാവും. പഴയ സ്റ്റൗ ആണെങ്കിൽ കൂടെ നമുക്ക് പുതിയതുപോലെ ആക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് വാസലിൻ വെച്ചിട്ട്. കുറച്ച് വാസലിൻ നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ ഇതുപോലെ കറയൊക്കെ ഉള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കാം. ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹാർഡായിട്ടുള്ള കറകളും ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന കറകളെല്ലാം നമുക്ക് ഒരു തവണ തുടച്ചു കഴിഞ്ഞാൽ മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഏത് ഭാഗത്തും നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത്രയും നീറ്റായിട്ട് കിട്ടില്ല. കൂടാതെ എണ്ണയുടെ പാടൊന്നും തന്നെ ഇതുപോലുള്ള പാടുകളൊന്നും പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാസലിൻ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ തന്നെ എല്ലാം മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഗ്യാസ് ലൈറ്ററിനും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ ഗ്യാസ് ലൈറ്ററും ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുതിയതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു സിമ്പിൾ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. 10-15 വർഷം പഴക്കമുള്ള ഗ്യാസ് സ്റ്റവാണ്. ഇപ്പോഴും നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം നീറ്റായിട്ട് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടിപ്സാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കാണിച്ച ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.